Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടി എടുക്കാനുണ്ട്. ആ ചാപ്റ്റർ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമുക്കിനി എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആക്ട് 2002 ആ ചാപ്റ്റർ പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആക്ടിന് മുന്നേ ആയിട്ട് അത് MRTP ആക്ട് ആണ് ഉണ്ടായിരുന്നത്. 1969 MRTP ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ 1969 വന്ന MRTP ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഏത് വന്നത്, ഇവിടെ കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നത്. കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നത് അല്ലേ. അപ്പോൾ MRTP ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? MRTP എന്ന് പറഞ്ഞാൽ മൊണോപോളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് അല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ പലതരത്തിലുള്ള മൊണോപോളി ഉണ്ടായിരുന്നു അല്ലേ. ആ മൊണോപോളിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ് ഉണ്ടായിരുന്നത്. ഫെയർ എന്ന് പറഞ്ഞാൽ ശരിയായ തരത്തിൽ, അൺഫെയർ ആയിട്ടാണ് ട്രേഡൊക്കെ നടത്തിയിരുന്നത്. അതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് MRTP ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. മൊണോപോളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്ന് പറയുന്നതാണ് MRTP ആക്ട്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969 അത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനെ റീപ്ലേസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ട്രേഡ് ഒന്നും കൂടിയും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ ബില്ല് പാസ്സാക്കി. അങ്ങനെ കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നു. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല ഈ ചാപ്റ്റർ. നമ്മൾ MRTP ആക്ടിനെ റിമൂവ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, എങ്ങനെയൊക്കെയാണ് ട്രേഡ് ഉണ്ടായിരുന്നത്, പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാതിരിയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് 2002. അപ്പം നമുക്കറിയാം ക്യാപിറ്റലിസം ഹാസ് ബിക്കം എ പെർവസീവ് സിസ്റ്റം വേൾഡ് വൈഡ് അല്ലേ. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ഉണ്ട് അല്ലേ. അപ്പോൾ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ക്യാപിറ്റലിസം ഹാസ് ബിക്കം എ പെർവസീവ് സിസ്റ്റം വേൾഡ് വൈഡ്. നോക്കാം, ഇറ്റ് എമേർജ് ഡ്യൂറിങ് ദ 17th century with the demise of mercantilism. It is basically an economic system which is based on the premise of lack of government intervention അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ ഇക്കണോമിക് സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിമീസ് ഓഫ് ലാക്ക് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ ഇടപെടലുകളൊന്നും നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല. മീൻസ് ദ പ്രൊഡക്ഷൻ ഓൺഡ് ബൈ, അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് എല്ലാ ഫീൽഡിലും നല്ല രീതിയിൽ ഇടപെടാത്ത കാരണം കൊണ്ട് എല്ലാ പിന്നെ പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഓണേഴ്സിൻ്റെ കീഴിലായിരുന്നു അല്ലേ. അപ്പം മൊത്തം മൊണോപ്പൊളി, ഒരു കുത്തക ഭരണമാണ് നിലനിന്നിരുന്നത് അല്ലേ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈലറുടെ അതേമാതിരി തന്നെ ഫയോളിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ പറയുന്നത് വർക്കേഴ്സിനെ എങ്ങനെയായിട്ടാണ് ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കണക്കാക്കിയിരുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് മാത്രമാണ് വർക്കേഴ്സിനെ കണക്കാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇക്കണോമിക് സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിമൈസ് ഓഫ് ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നല്ല രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ പ്രൈവറ്റ് ഫേംസ്. അങ്ങനെ പറഞ്ഞാൽ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ നടത്തിയിരുന്നത് ആരായിരുന്നു? പ്രൈവറ്റ് ഫേംസുകളാണ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. ആൻഡ് ദി പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ്. എത്രത്തോളം പ്രൈസാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആയിരുന്നു. Capitalism is said to bring the efficiency and economic growth and it gives economic freedom to market players അല്ലേ. ക്യാപിറ്റലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസം ഈസ് ടു ബ്രിങ് എന്താണ്? എഫിഷ്യൻസി, അതേമാതിരി ഇക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് ഗീവ്സ് ഇക്കണോമിക് ഫ്രീഡം ടു ദ മാർക്കറ്റ് പ്ലേയേഴ്സ് അല്ലേ. പിന്നെ കോമ്പറ്റീഷൻ ഇൻ എ മാർക്കറ്റ് പ്ലേസ്. ഇനി കോമ്പറ്റീഷൻ ഉണ്ടാവുക, മാർക്കറ്റ് പ്ലേസിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദി പ്രോസസ് ഓഫ് റിവലറി പറഞ്ഞ ശത്രുത അല്ലെ, ബിറ്റ്വീൻ ബിസിനസ് എൻ്റർപ്രൈസ് ഫോർ കസ്റ്റമേഴ്സ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് എ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് മാർക്കറ്റ് ഇക്കണോമി അല്ലേ.
ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, ഡൈനാമിക് പറഞ്ഞാൽ ചേഞ്ചിങ്. എന്തൊക്കെ മാറ്റങ്ങളാണോ വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇക്കണോമിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഈ ഡൈനാമിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ ഇൻ എ മാർക്കറ്റ് പ്ലേസ്, കോമ്പറ്റീഷനിൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിവലറി ബിറ്റ്വീൻ എന്താണ് ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ കസ്റ്റമേഴ്സ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് എ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് മാർക്കറ്റ് ഇക്കണോമി. അപ്പം നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോമ്പറ്റീഷൻ ഇൻ എ മാർക്കറ്റ് പ്ലേസ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദി പ്രോസസ് ഓഫ് റിവലറി ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്, ബിസിനസ് എൻ്റർപ്രൈസ് ഫോർ കസ്റ്റമേഴ്സ് ഇസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് മാർക്കറ്റ് ഇക്കണോമി അല്ലേ. ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് മാർക്കറ്റ് ഇക്കണോമിയാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. ഇൻ ഓർഡർ ടു റെസ്പോണ്ട് ടു ഡിമാൻഡ് ഫോർ ബെറ്റർ പ്രോഡക്റ്റ്, എങ്ങനെയാണ് നമ്മൾ ബെറ്റർ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുക, അത് ലോവർ പ്രൈസ്, പിന്നെ കോമ്പീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ്, സപ്ലയേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ആർ എൻകറേജ് ടു ഇന്നോവേറ്റ്. അതൊക്കെ ഇന്നോവേഷൻ ന്യൂ ഐഡിയാസൊക്കെ കൊണ്ടുവരാനും അതിനൊക്കെ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ എന്താണ്, കോമ്പറ്റീഷൻ ഈസ് ഓൾഡ് ആസ് ഇവല്യൂഷൻ ഓഫ് സിവിലൈസേഷൻ. കോമ്പറ്റീഷനെ പറ്റിയാണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒന്നുകൂടിയും പറയാം, നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്ന പാരഗ്രാഫുകൾ ഒന്നുകൂടി, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റലിസത്തിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ക്യാപിറ്റലിസം ആണ് നിലനിന്നിരുന്നത്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളാണ് നിലനിന്നിരുന്നത് അല്ലേ. അപ്പോൾ ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് ഉണ്ടായിരുന്നത്. ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളൊക്കെ വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതലായിട്ടും ഏത് സ്ഥാപനങ്ങളാണ് മുന്നിൽ നിന്നത്, പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളാണ് മുന്നിൽ നിന്നിരുന്നത് എന്നുള്ളതാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കാം, കോമ്പറ്റീഷൻ ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ. കോമ്പറ്റീഷൻ എല്ലാവർക്കും അതുകൊണ്ടൊരു ബെനിഫിഷ്യലാണ്. ബി ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദ ബിസിനസ് ആൻഡ് ദി ഇക്കണോമി. The benefits of consumers as they can choose a wide array of quality products at an affordable price. Business benefit from a lower price as they are consumers of raw materials and or intermediate products which augment their competitiveness. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് കോമ്പറ്റീഷൻ ഈസ് ബെനിഫിഷ്യൽ ടു ആൾ. കോമ്പറ്റീഷൻ വന്നാൽ, മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ വന്നാൽ ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ, അതുകൊണ്ട് എല്ലാവർക്കും ബെനിഫിഷ്യലാണ് ഉണ്ടാവുന്നത്. ബി ഇറ്റ് ടു ദ കൺസ്യൂമേഴ്സ്, ബിസിനസ് ആൻഡ് ദി ഇക്കണോമി അല്ലേ. ഇറ്റ് ബെനിഫിറ്റ് കൺസ്യൂമേഴ്സ് ആസ് ദേ ക്യാൻ ചൂസ് ഫ്രം എ വൈഡ് എറേ ഓഫ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് എൻ അഫോർഡബിൾ പ്രൈസ് അല്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നല്ല വൈഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് വില കുറഞ്ഞിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കുന്നു. ബിസിനസ് ബെനിഫിറ്റ് ഫ്രം ലോവർ പ്രൈസസ് ആസ് ദേ ആർ കൺസ്യൂമേഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് വിച്ച് എഗ്യുമെൻറ്റ് ദെയർ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ അതിലൂടെ ഇക്കണോമിക് ബെനിഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഞാൻ പറഞ്ഞു പണ്ട് കാലത്ത് അറ്റൈനിങ് ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യക്ക് August 15, 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അഡോപ്റ്റഡ് ആൻഡ് ഫോളോഡ് പോളിസീസ് കംപ്രൈസിങ് വാട്ട് ആർ നോൺസ് കമാൻഡ് ആൻഡ് കൺട്രോൾ ലോസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള പോളിസീസ്, പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി. റൂൾസ്, റെഗുലേഷൻസ്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം 1969 ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ, 1969 എന്ത് കൊണ്ടുവന്നു, MRTP ആക്ട് പാസ്സാക്കി. അതാണ് അത് കോമ്പറ്റീഷൻ ലോ ഓഫ് ഇന്ത്യ, നെയിമിലി മൊണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് നിലവിൽ വന്നു. 1969 MRTP ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, കൂടുതലായിട്ടും ക്യാപിറ്റലിസം ആണ് നിലനിന്നിരുന്നത് അല്ലേ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും നടത്തിയിരുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിലാണ് ബിസിനസ്സൊക്കെ നടത്തിയിരുന്നത് അല്ലേ. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പിൽ ബിസിനസ് നടത്തിയപ്പോൾ പണ്ട് കാലത്ത് ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക, വർക്കേഴ്സിനെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആക്കി കണക്കാക്കിയിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്തിരുന്നത് അല്ലേ. അങ്ങനെ എന്താ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കോമ്പറ്റീഷൻ ലോ ഓഫ് ഇന്ത്യ, നെയിമിലി മൊണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969 MRTP ആക്ട് എന്ന് പറയും അതിനെ, വാസ് വൺ സച്ച്. ഇറ്റ് വാസ് ഇൻ 1991. നമ്മൾ 1991 നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി നിലവിൽ വന്നത് അല്ലേ. ഇൻഡസ്ട്രിയൽ പോളിസി നിലവിൽ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന് നല്ല രീതിയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തു. അപ്പം 1991 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ,
പണ്ട് കാലത്ത് ബിസിനസ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൾട്ട് പ്രൊസീജിയർ ആയിരുന്നു. നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിലും എളുപ്പമായിരുന്നില്ല, വളരെ ഡിഫിക്കൾട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ എളുപ്പം ആരംഭിക്കുന്നതിന് പണ്ട് കാലത്ത് കുറേ ഇൻഡസ്ട്രീസ് ആരംഭിക്കണമെങ്കിൽ വളരെ ടഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പണ്ട് 48 ഇൻഡസ്ട്രീസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 18 ഇൻഡസ്ട്രീസ് ആയിട്ട് റിഡ്യൂസ് ചെയ്തു അല്ലേ. കമ്പൽസറി ലൈസൻസ് വേണ്ടത് 18 ഇൻഡസ്ട്രീസ് ആയിട്ട് റിഡ്യൂസ് ചെയ്യുകയും എല്ലാ സ്ഥാപനങ്ങൾ തുടങ്ങാനുമുള്ള ലിബറലൈസേഷൻ അല്ലേ, ലിബറലൈസേഷൻ ഉദാരവൽക്കരണം അല്ലേ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തു എന്ന് 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ. അതിനുശേഷം ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു. ഗ്ലോബലൈസേഷൻ എന്ന ആഗോളവൽക്കരണം അല്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ ബ്രാഞ്ചസ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കാനും അതിനനുസരിച്ച് അഡ്വാൻസ് ടെക്നോളജികൾ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമ്മളതിൽ പറയുന്നത്. ആ പാരഗ്രാഫിൽ നോക്കാം. It was in 1991 the widespread of economic reforms were undertaken. റിഫോംസ് പറഞ്ഞാൽ പലതരത്തിലുള്ള പരിഷ്കാരം വന്നു, റിഫോംസ് ഉണ്ടായി. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ മാർച്ച് ഫ്രം കമാൻഡ് ആൻഡ് കൺട്രോൾ ഇക്കണോമി ടു ദ ഇക്കണോമി ബേസ്ഡ് മോർ ഓൺ ദ മാർക്കറ്റ് പ്രിൻസിപ്പിൾ കമൻസ്ഡ് ഇൻ സ്ട്രൈഡ്. അതിനുശേഷം നമ്മൾ പറയുന്നത് ന്യൂ ഇക്കണോമിക് പോളിസി പാർട്ടികം ഇന്ത്യ ഹാസ് ബീൻ ചൂസൺ ടു എനാക്ട് ന്യൂ കോമ്പറ്റീഷൻ ലോ, കോമ്പറ്റീഷൻ ആക്ട് 2002. അപ്പോൾ 1969 ഉണ്ടാക്കിയ MRTP ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നു. അതാണ് കോമ്പറ്റീഷൻ ബിൽ എന്ന് പറയുന്നത്. എന്നാണ് 2002 കൊണ്ടുവന്നു. ദി MRTP ഹാസ് മെട്രോ ഫേസ്ഡ് ഇൻ ടു ന്യൂ ലോ കോമ്പറ്റീഷൻ ആക്ട്. അത് MRTP ആക്ട് എന്ന് പറഞ്ഞത് ചേഞ്ച് ചെയ്തിട്ട് കോമ്പറ്റീഷൻ ആക്ട് എന്നുള്ള നിയമമാണ് നമ്മൾ കൊണ്ടുവന്നത്. The new law is designed to repeal the extent of MRTP Act. As of now, only a few provisions of the new law have been brought into force, and process of constituting regulatory authority, namely Competition Commission of India under a new act. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്തു എന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തു. ദ റിമൈനിങ് പ്രൊവിഷൻ ഓഫ് ന്യൂ ബിൽ വിൽ ബി ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ആൻഡ് ഫേസ്ഡ്. ബാക്കിയൊക്കെ സാധാരണ മാതിരി തന്നെ കൊണ്ടുവന്നു. ഫോർ ദ പ്രസൻറ്റ് ഔട്ട് ഗോയിങ് ലോ MRTP ആക്ട് 1969 മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ലോ കൊണ്ടുവന്നു. അതിനെയാണ് കോമ്പറ്റീഷൻ ലോ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല ഇതിൽ. നമ്മൾ 1969 മൊണോപ്പൊളി കൺട്രോൾ ചെയ്യാൻ, മൊണോപ്പൊളി പറഞ്ഞാൽ കുത്തക ഭരണം, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ഈ ട്രേഡിലുണ്ടാവുന്ന കുത്തക ഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒന്നായിരുന്നു ഏതാ നമ്മൾ പറഞ്ഞത് MRTP. അതിനെ റീപ്ലേസ് ചെയ്ത് കോമ്പറ്റീഷൻ ബില്ലാണ് 2002 വന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കോമ്പറ്റീഷൻ ബില്ലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. കോമ്പറ്റീഷൻ ബില്ല് വന്നു. ഇപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ അല്ലേ. പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. അതിനുവേണ്ടി എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ അല്ലെ. മാർക്കറ്റ് കോമ്പറ്റീഷൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വെച്ചെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ശരിയായ തരത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത്. പിന്നെ ഹൈ ലെവൽ കമ്മിറ്റി on competition policy and law was constituted under chairmanship of Mr. Raghavan. The committee submitted its report on 22 May 2020 recommending replacement of MRTP Act with a modern commission law for fostering competition and for eliminating anti-competitive practice in the economy. പുതിയൊരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ആ കമ്മീഷൻ്റെ ഇത് പ്രകാരം MRTP ആക്ട് റീപ്ലേസ് ചെയ്യുകയും കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവരികയും അതിലൂടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫോസ്റ്ററിങ് കോമ്പറ്റീഷൻ, പ്രൊമോട്ട് കോമ്പറ്റീഷൻ, നമ്മുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുന്നു. ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് വല്ലതും നടത്തുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ.
അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഓരോ പാരഗ്രാഫ് വൈസ് എന്താണ് പറഞ്ഞത് എന്ന് പറയാം. ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം വളരെ വീക്കായിരുന്നു. കാരണം ഇക്കണോമിക് സിസ്റ്റത്തിൽ ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ കുറവായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളാണ് എല്ലാ കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ് പ്ലേസിൽ അതിലൂടെ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവാനാണ് സാധിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് മാർക്കറ്റ് ഇക്കണോമിയിലെ എന്ത് വേണം, നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയൊരു മാർക്കറ്റ് ഇക്കണോമി അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നത്തേൽ പറയുന്നത് എന്താണ് പറയുന്നത്, കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് അല്ലേ, അറ്റ് എ റീസണബിൾ പ്രൈസ്. കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുക റീസണബിൾ പ്രൈസിൽ അല്ലേ. കോമ്പറ്റീഷൻ ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ എല്ലാവർക്കും ബെനിഫിഷ്യലാണ്. കൺസ്യൂമേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ റീസണബിൾ പ്രൈസിൽ കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയാണ് ഇതിലൂടെ വേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് അല്ലേ. പിന്നെ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺസ്യൂമേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കോമ്പറ്റീഷൻ ബില്ല് പാസ്സാക്കി. MRTP ആക്ട് എന്ന് പറഞ്ഞ മൊണോപ്പൊളി കൺട്രോൾ ചെയ്യുന്ന കുത്തക ഭരണം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ MRTP ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്റ്റാണ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ബില്ല് 2002 പാസ്സാക്കി എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അതിലൂടെ നമുക്ക് എന്തുണ്ടാക്കി, പ്രമോട്ട് ആൻഡ് ഫോസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും സസ്റ്റെയിൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ, നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീഷൻ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുക നിലനിർത്താനും അതിലൂടെ സാധിച്ചു. പിന്നെ നമ്മളൊരു കമ്മിറ്റിയെ മിസ്റ്റർ രാഘവൻ എന്നുള്ളൊരു ചെയർമാൻഷിപ്പിലൊരു കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തു. ആ കമ്മിറ്റി എല്ലാ കാര്യങ്ങളെ പറ്റി പഠിക്കുകയും അതിനുശേഷം MRTP ആക്ട് 1969 റീപ്ലേസ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ കോമ്പറ്റീഷൻ ലോ പാസ്സാക്കി. അതിലൂടെ നമുക്ക് എന്തിനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്, മാർക്കറ്റ് കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഫോസ്റ്ററിങ് കോമ്പറ്റീഷൻ അല്ലേ, നമ്മുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതിലൂടെ എലിമിനേറ്റിംഗ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് എലിമിനേറ്റ് ചെയ്യുക ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിന്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നു എന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലേ, നമ്മൾ പറയുന്നത് MRTP ആക്ട് മാറ്റിയിട്ട് കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി നോക്കുക ഒബ്ജക്റ്റീവ് ഓഫ് ദി ആക്ട്. ഈ ആക്ട് കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലേ, ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ കോമ്പറ്റീഷൻ ലോ എയിംസ് ടു കൺട്രോൾ എന്താ നമുക്കറിയാം, മൊണോപ്പൊളി ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയാണ്, കുത്തക ഭരണം. ഇപ്പോൾ പണ്ട് കാലത്തെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കീഴിലാണ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നിലനിന്നിരുന്നത് അല്ലേ. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കുത്തക ഭരണം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻ ലോ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻ ലോ എയിംസ് ടു കൺട്രോൾ മൊണോപ്പൊളിസ്റ്റിക് ആൻഡ് അൺഫെയർ ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് by creating a set of policies that enhance competition in market അല്ലേ. അപ്പോൾ നമ്മൾ പോളിസീസ് സെറ്റ് ചെയ്യുക, അതിലൂടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കോമ്പറ്റീഷൻ പോളിസീസ് ആർ ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട്. എന്താണ് കോമ്പറ്റീഷൻ പോളിസി വന്നു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് മാക്സിമൈസ് കൺസ്യൂമർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എന്തൊക്കെയാണ്, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം, മാക്സിമൈസ് കൺസ്യൂമർ ആൻഡ് സോഷ്യൽ വെൽഫെയർ, ജനങ്ങളുടെ ക്ഷേമമൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. നോക്കാം, സച്ച് പോളിസീസ് യൂഷ്വലി ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, റിലാക്സ്ഡ് ഇൻഡസ്ട്രിയൽ പോളിസി, റിലാക്സ് ചെയ്ത മാറ്റം ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ചേഞ്ച് വന്നത് എന്താ വെച്ചെങ്കിൽ ലിബറലൈസ്ഡ് ട്രേഡ് പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കൺക്ലൂസീവ് എൻട്രി ആൻഡ് എക്സിറ്റ് കണ്ടീഷൻസ്, പിന്നെ റെഡ്യൂസ്ഡ് കൺട്രോൾസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഗ്രേറ്റർ റിലയൻസ് ഓൺ മാർക്കറ്റ് ഫോഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്തു, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പോളിസി എന്താ പറയുന്നത്, നമ്മൾ ഈ കോമ്പറ്റീഷൻ ബില്ല് മൊണോപ്പൊളി ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അല്ലേ, കോമ്പറ്റീഷൻ ബില്ല് അത് മാറ്റി ഇത് കൊണ്ടുവന്നപ്പോൾ മൊണോപ്പൊളി കൺട്രോൾ ചെയ്യുക, അൺഫെയർ എന്ന് പറഞ്ഞാൽ തെറ്റായ തരത്തിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക അല്ലേ. കോമ്പറ്റീഷൻ പോളിസീസ് ആർ ഇൻറ്റൻഡഡ് എന്താണ്, പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് മാക്സിമൈസ് കൺസ്യൂമർ ആൻഡ് സോഷ്യൽ വെൽഫെയർ, അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ പോളിസിയാണ് മാറ്റുന്നത്, റിലാക്സ്ഡ് ഇൻഡസ്ട്രിയൽ പോളിസി, ലിബറലൈസ്ഡ് ട്രേഡ് പോളിസി, കണ്ടക്റ്റീവ്, പിന്നെ എന്താ പറയുന്നത്
കണ്ടസീവ് എൻട്രി ആൻഡ് എക്സിറ്റ് കണ്ടീഷൻ, എളുപ്പത്തിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്. റെഡ്യൂസ് കൺട്രോൾ, നമ്മൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അതിലൂടെ കൺട്രോളുകൾ റെഡ്യൂസ് ചെയ്തു. ഗ്രേറ്റർ റിലയൻസ് ഓൺ മാർക്കറ്റ് ഫോഴ്സും, എല്ലാ മാർക്കറ്റ് ഫോഴ്സിലും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാശ്രയത്വം, റിലയൻസ് പ്രൊവൈഡ് ചെയ്തു. എല്ലാതും അവരവർക്ക് തന്നെത്താൻ ചെയ്യാനുള്ള അധികാരം പ്രൊവൈഡ് ചെയ്തു കേട്ടോ. നോക്കാം. Law as to promote economic efficiency as one of the means of assisting creation of market, നല്ല രീതിയിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും. റെസ്പോൺസീവ്നെസ് ടു കൺസ്യൂമർ പ്രിഫറൻസ്, കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനാണ്, കൺസ്യൂമർ പ്രിഫറൻസിന് അല്ലെ, കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്, കോമ്പറ്റീഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജസ് ആണ് സുപ്രീം കോർട്ട് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 അലോക്കേറ്റ് എഫിഷ്യൻസി, അപ്പോൾ ടു എൻഷുർ ഇഫക്റ്റീവ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തു. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. വിച്ചും എൻഷുവേഴ്സ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ കെപ്റ്റ് അറ്റ് എ മിനിമം. പിന്നെ ഡൈനാമിക് എഫിഷ്യൻസി, ഇന്നൊവേറ്റീവ് പ്രാക്ടീസ്, ന്യൂ ഐഡിയാസ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഈ 3 കാര്യങ്ങളാണ് സുപ്രീം കോർട്ട് പറയുന്നത്. ദി ആക്ട് സീക്സ് ടു പ്രിവെൻറ്റ് മൊണോപോളിസ്റ്റ് ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് അൺനെസറി ഇൻ്റർവെൻഷൻ ബൈ ദി ഗവൺമെൻറ്. ഇതിൽ മൊണോപോളി കൺട്രോൾ ചെയ്യുകയും ഗവൺമെൻറ്റിൻ്റെ അൺനെസറി ഇൻ്റർവെൻഷൻ, ആവശ്യമില്ലാത്ത ഇടപെടൽ എന്തെങ്കിലും ഗവൺമെൻറ് നടത്തുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്തു. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002, ഇനി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ടു പ്രൊവൈഡ് ഫ്രെയിംവർക്ക് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ. പിന്നെ പ്രിവെൻറ്റ് മൊണോപോളി ആൻഡ് പ്രൊമോട്ട്, നമുക്കറിയാവുന്ന കാര്യം, മൊണോപോളി പ്രിവെൻറ്റ് ചെയ്യുന്നു, കോമ്പറ്റീഷൻ പ്രൊമോട്ട് കോമ്പറ്റീഷൻ. To protect the freedom of trade for the participating individuals and entries in the market. എന്താ പറയുന്നത്, ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം അല്ലേ, എന്തിനുള്ള ഫ്രീഡമാണ് കൊടുക്കുന്നത്, ഓഫ് ട്രേഡ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് എൻട്രീസ് ഇൻ ദി മാർക്കറ്റ്. ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഒബ്ജക്റ്റീവ്സ്. ആ പോയിന്റിനെ ഒന്നും കൂടി ഡീപ്പായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, ടു പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഓൺ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എത്രത്തോളം മൊണോപോളി നടത്തി, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് വല്ലതും നടത്തിയിട്ടുണ്ടോ, ആൻറ്റി കോമ്പറ്റീഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു. അതാണ് ടു പ്രൊവൈഡ് ഫ്രെയിം വർക്ക് ഓൺ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ. അപ്പോൾ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ, നമ്മൾ തെറ്റായിട്ട് വല്ല കാര്യങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നമ്മൾ സെറ്റപ്പ് ചെയ്തു. പിന്നെ ടു പ്രിവെൻറ്റ് പ്രാക്ടീസസ് ഹാവിങ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ, ഏതെങ്കിലും അഡ്വേഴ്സായിട്ട് പറഞ്ഞാൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോമ്പറ്റീഷനെ ഏതൊക്കെ ഐറ്റംസ് ആണോ അഡ്വേഴ്സായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക പറഞ്ഞാൽ തടയുക അല്ലേ. ടു പ്രിവെൻറ്റ് പ്രാക്ടീസസ്, പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലേ, ഓൺ ഹാവിങ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ, ഏതൊക്കെയാണോ നമ്മുടെ കോമ്പറ്റീഷനെ അഡ്വേഴ്സായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത്, പ്രതികൂലമായി ബാധിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക. ടു പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്, പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നിലനിർത്താനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക. To promote and sustain competition in the market. To protect the interest of the consumers, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് അവരൊന്നും കൂടി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഫീച്ചേഴ്സ് അല്ല സോറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ആദ്യം കമ്മീഷനെ സെറ്റപ്പ് ചെയ്യണം അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ടു പ്രിവെൻറ്റ് ഏതൊക്കെ പ്രാക്ടീസസ് ആണോ അതിനെ അഡ്വേഴ്സായിട്ട് പ്രതികൂലമായി ബാധിക്കുന്നത് വെച്ചെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. To promote and sustain competition in the market, to protect the interest of the consumers. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്ട് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക, ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് 2002, നമ്മൾ MRTP ആക്ട് റിമൂവ് ചെയ്ത് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് 2002 നിലവിൽ വന്നു. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. കോമ്പറ്റീഷൻ ആക്ട് ഈസ് വെരി കമ്പാക്ട് ലെജിസ്ലേഷൻ വിച്ച് ഇൻക്ലൂഡ് ഓൺലി 66 സെക്ഷൻസ് അല്ലേ. അപ്പോൾ വെരി കമ്പാക്ട് ലെജിസ്ലേഷനാണ്, അതിൽ എത്ര 66 സെക്ഷൻസാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇതിൽ എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ആക്ട് റെസ്ട്രിക്റ്റ് എന്താണ്, അഗ്രിമെൻറ്റ് ഹാവിങ് അഡ്വേഴ്സായിട്ട് എഫക്റ്റ്, നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞത് തന്നെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു.
The central government appointed a Director General for conducting detailed investigation of anti-competition നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു? ഡയറക്ടർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ മാറ്റങ്ങളാണ്? ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് ചേഞ്ചസ് കൊണ്ടുവരുന്നു. പിന്നെ സിവിൽ കോർട്ട് ഡു നോട്ട് ഹാവ് എനി ജുഡീഷ്യൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് വിച്ച് ഈസ് വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദി ആക്ട്. സിവിൽ കോർട്ട് എന്ത് ചെയ്യുന്നത്? ഡു നോട്ട് ഹാവ് എനി ജുഡീഷ്യൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് വിച്ച് ഈസ് വിത്തിൻ ദി പെർവ്യൂ ഓഫ് ദി ആക്ട്. ദിസ് ആക്ട് പൊസസ് പെനാൽറ്റി പ്രൊവിഷൻസ് ഇതിൽ പറയുന്നുണ്ട്. കോമ്പറ്റീഷൻ ആക്ട് ഹാസ് റീപ്ലേസ്ഡ് MRT. ഏത് ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വന്ന്? 1969 MRTP ആക്ട് റിമൂവ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നത്. അണ്ടർ ദിസ് ആക്ട് കോമ്പറ്റീഷൻ ഫണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ്. കോമ്പറ്റീഷൻ ഫണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കോമ്പണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. എന്തൊക്കെ കോമ്പണൻസ് ആണ് നമ്മൾ കോമ്പറ്റീഷൻ ആക്ടിൽ പറയുന്നത്? എന്തൊക്കെ കോമ്പണൻസ് ആണ് നമുക്കിതിൽ പറയാനുള്ളത്? നോക്കാം കേട്ടോ. കോമ്പറ്റീഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ്. കോമ്പറ്റീഷൻ ആക്ടിൽ എന്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു? തടയുന്നു. ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്. ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അബ്യൂസ് ഓഫ് ഡൊമിനൻറ്റ് പൊസിഷൻ, റെഗുലേറ്റ് മെർജേഴ്സ്, അമാൾഗമേഷൻ ആൻഡ് അക്വിസിഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? കോമ്പണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ടിലെ കോമ്പറ്റീഷൻ ആക്ട് പ്രൊഹിബിറ്റ് തടയുന്നു. ആൻറ്റി കോമ്പറ്റീഷൻ നമ്മൾ വലുതും നടത്തുന്നുണ്ടെങ്കിൽ അത് തടയുന്നു അല്ലെ. ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് വലുതും വരികയാണെങ്കിൽ അത് തടയുന്നു. അബ്യൂസ് ഓഫ് ഡൊമിനൻറ്റ് പൊസിഷൻ റെഗുലേറ്റ് ചെയ്യും, നിയന്ത്രിക്കുന്ന മെർജർ ചെയ്യാനോ കൂടിച്ചേരുക അല്ലെ. അമാൾഗമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയെ വേറൊരു കമ്പനി ഏറ്റെടുത്ത്, ഇപ്പോൾ എ പറഞ്ഞ കമ്പനി ബി കമ്പനി ഉണ്ട് വെച്ചെങ്കിൽ ബി കമ്പനി വളരെ നഷ്ടത്തിലാണ് ഓടുന്നത് വെച്ചെങ്കിൽ ആ ബി നഷ്ടത്തിൽ ഓടുന്ന കമ്പനിയെ എ ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് അമാൾഗമേഷൻ എന്ന് പറയുന്നത്. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് വാങ്ങിക്കുക. അക്വിസിഷൻ. ദർ ആർ 3 മേജർ എലമെൻറ്റ്സ് ഇൻ ദി കോമ്പറ്റീഷൻ. 3 എണ്ണമാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്, അബ്യൂസ് ഓഫ് ഡൊമിനൻസ്, മെർജർ അമാൾഗമേഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോൾ. ഇനി ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? കോമ്പണൻസ് ആയിട്ട് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോമ്പോണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് പറഞ്ഞു, അബ്യൂസ് ഓഫ് ഡൊമിനൻസ്, മെർജർ അമാൾഗമേഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോൾ. ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ്. There is no specific definition of the expression of anti-competition. നമുക്കറിയാം തെറ്റായ തരത്തിൽ കോമ്പറ്റീഷൻ നടത്തുക, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്, തെറ്റായ തരത്തിലും അതുപോലെ ശരിയായ തരത്തിലും 2 എണ്ണം പറഞ്ഞതിൽ. ആൻറ്റി കോമ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ അത് നോക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഒരു ഡയറക്ടർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യും എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ there is no specific definition of the expression of anti-competition agreement. It means a situation in a market in which firms or sellers independently strive to the buyer's patronage in order to achieve a particular business objective. The word agreement defined in section 2(6) പ്രകാരമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 പറയുന്നത്. which includes any agreement or undertaking or action formal in writing എഴുതിയിട്ട് which is intended to be enforceable by law പ്രകാരം enforceable ആയിരിക്കും by his legal proceedings. In this context, an agreement is which is contrary or inconsistent with the competition agreement which is called ഇതിനെതിരായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ഇന്ന തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെതിരായിട്ട് വരികയാണ് ചെയ്യുന്നത്. In this context, the agreement which is contrary to or inconsistent with competition agreement എതിരായിട്ട് ഏതൊക്കെയാണോ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ കുറച്ച് എഗ്രിമെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 3 ഓഫ് ദി ആക്ട് സെക്ഷൻ 3 പ്രകാരം പ്രൊഹിബിറ്റ്സ് ആൻറ്റി കോമ്പറ്റീഷൻ അഗ്രിമെൻറ്റ്. പ്രൊഹിബിറ്റ് ചെയ്യണം, തടയുക അല്ലേ. ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ് നമ്മൾ തടയണം. അത് പ്രകാരമാണ് പറയുന്നത്. നോ എൻ്റർപ്രൈസ് ഓർ അസോസിയേഷൻ ഓഫ് ദി എൻ്റർപ്രൈസ് ഓർ പേഴ്സൺ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഷാൾ എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് in respect of production, supply, distribution, storage, acquisition or control of goods, provision of service which cause or likely to cause a adverse effect on competition within India. അതൊക്കെ അഡ്വേഴ്സ് ആയിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എഗ്രിമെൻറ്റ്, നമ്മൾ ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻ്റ്
സൈഡിലാണ് വരുന്നത് വെച്ചെങ്കിൽ അത് അഡ്വേഴ്സ് പറഞ്ഞാൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻ്റ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കോൺട്രറി ആവുക, അതിനെതിരായിട്ട് വരിക അല്ലേ. നമ്മളിപ്പോൾ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിന് കോൺട്രറി ആയിട്ട് അല്ലേ, കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ ഇൻകോൺസിസ്റ്റൻറ്റ് വിത്ത് ദി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ്, ഇൻകോൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതിനെയാണ് ആൻറ്റി കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് വിച്ച് ആർ ആൻറ്റി കോമ്പറ്റേറ്റീവ്, ഏതൊക്കെയാണ് നമുക്ക് ആൻറ്റി കോമ്പറ്റേറ്റീവായി പറയാൻ പറ്റുക? ടൈ ഇൻ എഗ്രിമെൻറ്റ്, എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്, റെഫ്യൂസൽ ടു ഡീൽ, പിന്നെ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺട്രറി ആയിട്ട് പറയാനുള്ളത് അല്ലേ, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഏതൊക്കെയാണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻ്റ് ആയിട്ട് പറയുന്നത്? ടൈ ഇൻ എഗ്രിമെൻറ്റ്, പിന്നെ എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റുകൾ, റെഫ്യൂസൽ ടു ഡീൽ, റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ഇത്രയും 5 കാര്യങ്ങളാണ്. അത് ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ടൈ ഇൻ എഗ്രിമെൻറ്റ്, ഇറ്റ് മീൻസ് ഇമ്പോസിങ് എ കണ്ടീഷൻ ഓൺ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ടു പർച്ചേസ് സം അതർ ഗുഡ്സ്, ദ സെൽ ഗുഡ്സ് വിച്ച് ഈസ് നോട്ട് ഓഫ് പർച്ചേസർ ചോയ്സിനനുസരിച്ചിട്ടല്ല നമ്മൾ വിൽക്കുന്നത് വെച്ചെങ്കിൽ അതിന് ടൈ ഇൻ എഗ്രിമെൻറ്റ് പറഞ്ഞാൽ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ഏത് സാധനമാണോ പർച്ചേസർ ആവശ്യപ്പെടുന്നത് വെച്ചെങ്കിൽ അതല്ല ചെയ്യുന്നത്. അതാണ് ടൈ ഇൻ എഗ്രിമെൻറ്റ്. പിന്നെ എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റ് മീൻസ് ഇമ്പോസിങ് കണ്ടീഷൻ ടു സെൽ ഗുഡ്സ് ഓൺ എ പർട്ടിക്കുലർ ബ്രാൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഹിസ് ട്രേഡ്. സാധനങ്ങൾ വിൽക്കുമ്പോൾ പർട്ടിക്കുലർ ബ്രാൻഡ് പ്രോഡക്റ്റ് തന്നെ വാങ്ങണം എന്ന് പറയണം. അത് ആ സാധനം മാത്രമാണ് സെൽ ചെയ്യുന്നത്. അതാണ് ഇമ്പോസിങ് കണ്ടീഷൻ ടു സെൽ ഗുഡ്സ് ഓഫ് എ പർട്ടിക്കുലർ ബ്രാൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഹിസ് ട്രേഡ്. നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. കാരണം മനസ്സിലായി, ആൻറ്റി കോമ്പറ്റേറ്റീവിൻ്റെയാണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രി. അപ്പം നമുക്കറിയാം നമ്മുടെ റൂളിന് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. പിന്നെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്, ഇറ്റ് മീൻസ് ലിമിറ്റിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺ എ പർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയ. പ്രത്യേക ഏരിയാസിൽ സ്പെസിഫിക് ആയ ഏരിയാസിലേക്ക് സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ റെഫ്യൂസൽ ടു ഡീൽ ചെയ്യാൻ വേണ്ടി നിരസിക്കുക. ആൻ എഗ്രിമെൻറ്റ് ടു റെസ്ട്രിക്ട് ട്രേഡ് ബിസിനസ് ബൈ എനി മെത്തേഡ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓർ പർച്ചേസ്, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. പിന്നെ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്, ഇറ്റ് മീൻസ് ദി എഗ്രിമെൻറ്റ് ഇൻ വിച്ച് അഡീഷണൽ പ്രൈസ് ആർ ചാർജ്ഡ് അല്ലെ, അഡീഷണൽ പ്രൈസ് ഈടാക്കുക ഓൺ ദി റീസെയിൽ ഓഫ് ഗുഡ്സ്, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആൻറ്റി കോമ്പറ്റേറ്റീവ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ എഗ്രിമെൻറ്റ് വിച്ച് ആർ ആൻറ്റി കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈ ഇൻ എഗ്രിമെൻറ്റ്, എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്, റെഫ്യൂസൽ ടു ഡീൽ, റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എഗ്രിമെൻറ്റ്. ഹൊറിസോണ്ടൽ, ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വെദർ ആൻ എഗ്രിമെൻറ്റ്, എങ്ങനെയാണ് എഗ്രിമെൻറ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഹൊറിസോണ്ടലും രണ്ടാമത്തെയാണ് വെർട്ടിക്കൽ എഗ്രിമെൻറ്റുമാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റ് നോക്കുക. ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് ബിറ്റ്വീൻ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എഗ്രിമെൻറ്റ് ആർ ദോസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് ഓൺ ദ ഡിഫറെൻറ്റ് ലെവലുകൾ തമ്മിലുള്ളതിനെയാണ് വെർട്ടിക്കൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്, ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ എഗ്രിമെൻറ്റും ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഇടയിലുള്ളതിനെ ഹൊറിസോണ്ടൽ എഗ്രിമെൻ്റ് എന്നും, വെർട്ടിക്കൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സാധനങ്ങൾ ഇങ്ങനെ ചെയിൻ മാതിരി, മാല മാതിരി അല്ലേ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡിഫറെൻറ്റ് ലെവൽസ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് വെർട്ടിക്കൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് 2 തരത്തിൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആൻറ്റി കോമ്പറ്റേറ്റീവ് അറേഞ്ച്മെൻറ്റ് മേ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. Horizontal arrangement are made between the parties at the same level of production and distribution. ഒരേ ലെവലിൽ തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലാണ് അതിനെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. പിന്നെ ചെയിൻ മാതിരി ഡിസ്ട്രിബ്യൂഷൻ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ആർ ബിറ്റ്വീൻ ദ പാർട്ടീസ് ഓക്യുപ്പൈങ് ഡിഫറെൻറ്റ് ഫീൽഡ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരേ ലെവലോ സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എന്നും, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ വെർട്ടിക്കൽ എന്നും പറയുന്നു.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് കമ്പോണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ടിലെ അതിലെ കമ്പോണൻസിൽ ആദ്യത്തെ കമ്പോണൻ്റായിട്ട് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്. ഒന്നുമില്ല, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഷോർട്ടായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതിന് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ ഇൻകോൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അബ്യൂസ് ഓഫ് ഡൊമിനൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കുക, ഡൊമിനൻസി പറഞ്ഞാൽ ആധിപത്യം അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് 2002 ഡസ് നോട്ട് പ്രൊഹിബിറ്റ്, സമ്മതിക്കുന്നില്ല ഡൊമിനൻറ്റ് പൊസിഷൻ. ചിലരിങ്ങനെ ചില കാര്യങ്ങൾ ആധിപത്യം പിടിക്കുക അല്ല, അത് സമ്മതിക്കുന്നില്ല. ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി പ്രൊഹിബിറ്റ് ദ അബ്യൂസ് ഓഫ് ഡൊമിനൻസ് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഡൊമിനൻസ് റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് എൻ എൻ്റർപ്രൈസ് ടു ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് മാർക്കറ്റ് ഫോഴ്സ് അല്ലേ. അപ്പോൾ എല്ലാ ഫേമിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഇറ്റ്സ് പൊസിഷൻ സ്ട്രെങ്ത് എനേബിൾ ടു അഫക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് റെലവൻറ്റ് മാർക്കറ്റ് ഇൻ ഈസ് ഫേവർ. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 4(2) അബ്യൂസ് ഓഫ് ഡൊമിനൻസ് ഇൻക്ലൂഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇമ്പോസിങ് അൺഫെയർ ആൻഡ് ഡിസ്ക്രിമിനേഷണറി കണ്ടീഷൻ ഓർ പ്രൈസ് ഇൻ പർച്ചേസ്. ഇതിലൊക്കെ അബ്യൂസ് തെറ്റായിട്ട് ഡൊമിനൻസ്. അപ്പോൾ നമ്മൾ ശരിയായ തരത്തിൽ നമുക്ക് നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ് വേണ്ടത്. ഇനി തെറ്റായിട്ട് അബ്യൂസ് ഓഫ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇമ്പോസിങ് അൺഫെയർ ആയിട്ട് തെറ്റായ തരത്തിൽ, ഡിസ്ക്രിമിനേറ്ററി ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ വേർതിരിവ്, എല്ലാവരും ഒരുപോലെ കാണാണ്ട് വേർതിരിവ് കാണിക്കുക. പ്രൈസസ് ഇൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ, അപ്പോൾ ചിലർക്ക് ചില പ്രൈസിൽ വിൽക്കുക, ചിലർക്ക് വിലയിൽ വ്യത്യാസം വരുത്തിയിട്ട് വിൽക്കുക, അതൊക്കെ ഡിസ്ക്രിമിനേഷൻസ് കൊണ്ടുവരിക. അതൊക്കെയാണ് അബ്യൂസ് ഓഫ് ഡൊമിനൻസിൽ പറയുന്നത് കേട്ടോ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് റെസ്ട്രിക്റ്റിംഗ് ആൻഡ് ലിമിറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ലിമിറ്റിംഗ് ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ഓഫ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് എഗൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇനി ഡൊമിനൻറ്റ് പൊസിഷൻസ് നോക്കുക. Dominant position, it is a position of strength enjoyed by the enterprise by a group in a relevant market in India which is capable of operating independent ആയിട്ട് ഒരു ഫേമിന് അവരവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക. അതിനെയാണ് ഡൊമിനൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാറ്റിനുള്ള ആധിപത്യം, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി predatory price എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ഈസ് ബിലോ ദി കാഷ്വൽ കോസ്റ്റ് വിത്ത് എ വ്യൂ ടു റെഡ്യൂസ് കോമ്പറ്റീഷൻ. നമ്മൾ എത്രയാണോ പ്രൈസ് വരുന്നത് വെച്ചെങ്കിൽ അതിനേക്കാൾ കുറച്ച് വിൽക്കുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? എലിമിനേറ്റ് ചെയ്യേണ്ടത്? റെഡ്യൂസ് കോമ്പറ്റീഷൻ ആൻഡ് എലിമിനേറ്റ് കോമ്പറ്റേറ്റേഴ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസ് കുറച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് it means two or more enterprise which directly or indirectly are in a position to use exclusive 26% more of voting right in other enterprise or in position to appoint more than 50% of the members board of directors in other enterprise or in position to control the management. കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് ടു ഓർ രണ്ടിൽ കൂടുതൽ എൻ്റർപ്രൈസുകൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ടു യൂസ് എക്സ്ക്ലൂസീവ് 26% ഓർ മോർ വോട്ടിംഗ് റൈറ്റ് ഇൻ അതർ എൻ്റർപ്രൈസ്, മറ്റുള്ള സ്ഥാപനങ്ങളിലും കൂടി വോട്ടിംഗ് റൈറ്റ് ഉണ്ടാക്കുന്നു. ഓർ ഇൻ എ പൊസിഷൻ ടു അപ്പോയിൻറ്റ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ്, 50% മെമ്പേഴ്സിനെ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ അതർ എൻ്റർപ്രൈസ്. അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മൊത്തം കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടി, കൺട്രോൾ ദി മാനേജ്മെൻറ്റ് ആൻഡ് അഫയേഴ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്, അതിനുവേണ്ടി ഗ്രൂപ്പുകൾ സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? അബ്യൂസ് ഓഫ് ഡൊമിനൻസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡൊമിനൻസ് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഫ്രീഡത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ആധിപത്യം കൊടുക്കുന്നുണ്ട്. തെറ്റായ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് വെച്ചെങ്കിൽ അത് ഇല്ലാതെയാക്കുന്നതിനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഇത്രയാണ് നമ്മളിതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഈ ഡൊമിനൻസി ഇല്ലാതെയാക്കാനുള്ള റെമഡീസ് എന്തൊക്കെയാണ്? റെമഡീസ് ആണുള്ളത്. റെമഡീസ് എഗൻസ്റ്റ് AEEC. എന്താ AEEC പറഞ്ഞാൽ അപ്രീഷിയബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റ്. അബ്യൂസ് ഡൊമിനൻറ്റ് പേഴ്സൺ ആർ പ്രൊവൈഡഡ് ബൈ ദി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. Upon a review or enquiry into the alleged practice of competition commission may pass the following orders. അതിനുള്ള പരിഹാരമായിട്ട് താഴെ പറയുന്ന ഓർഡേഴ്സാണ് പാസ്സാക്കിയിരിക്കുന്നത്. എന്തൊക്കെ? ഡയറക്റ്റ് ദ ഡിസ്കണ്ടിന്യൂസ് ഓഫ് സച്ച് പ്രാക്ടീസസ്. തെറ്റായ പ്രാക്ടീസുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. ഇമ്പോസ് എ പെനാൾട്ടി, അവരുടെ കയ്യിൽ നിന്ന് പെനാൾട്ടി ഈടാക്കുക, less than 10%
ഓർ ടേൺ ഓവർ പറഞ്ഞാൽ സെയിൽസിൻ്റെ എത്രയാണോ സെയിൽസ് വരുന്നത്, ടേൺ ഓവർ ഓഫ് ദി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്, തുടർച്ചയായിട്ടുള്ള 3 വർഷമായിട്ട് എത്രത്തോളമാണോ സെയിൽസ് കിട്ടുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ അല്ലേ, ഇൻ കേസ് അങ്ങനെ 10% ഈടാക്കാനാണ് പറയുന്നത്. പിന്നെ ഡയറക്റ്റ് ദി മോഡിഫിക്കേഷൻ ഓഫ് സച്ച് എഗ്രിമെൻറ്റ്, എനിക്ക് അഗ്രിമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുത്തേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ കൊണ്ടുവരിക. പാസ് എനി ഓർഡർ ദാറ്റ് ഇറ്റ് മെയ്ഡ് സോ ഡീം ഫിറ്റ്, നമുക്ക് ഫിറ്റായ കാര്യങ്ങൾ, അനുയോജ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ അബ്യൂസ് ഓഫ് ഡൊമിനൻസിനുള്ള റെമഡീസായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് പറയാം. നമ്മൾ കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. MRTP ആക്ട് 1969 ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്ത് കോമ്പറ്റീഷൻ ബിൽ പാസ്സാക്കുകയും അതനുസരിച്ച് കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ആക്ട് കൊണ്ട്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിമൂവ് ചെയ്യുക, മണോപ്പൊളി ഒഴിവാക്കുക, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ കോമ്പണൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് 3 എണ്ണമാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് കോമ്പണൻസ്? ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്, അബ്യൂസ് ഓഫ് ഡൊമിനൻസും മെർജർ അമാൾഗമേഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോളാണ് ഉള്ളത്. അതിലിപ്പോൾ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റും അബ്യൂസ് ഓഫ് ഡൊമിനൻസ്. അങ്ങനെ 2 പോയിന്റുകളാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, ഓക്കെ.